സമാജത്തിന്റെ 22ാമത്തെ ഡോക്ടർ ലൈവ് ഷോ ആണ് ഇന്ന് നടക്കുന്നത്. ഇതിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ. നമ്മുടെ ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത് ജോഹാൻസ്ബർഗിൽ നിന്നാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യമേ തന്നെ. അതുപോലെ ജോബ്സൺ എത്തിയിട്ടുണ്ട്, മറ്റ് നമ്മുടെ സുഹൃത്തുക്കളെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടുതൽ ഫേസ്ബുക്ക് ലൈവ് വഴിയാണ് നമ്മുടെ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം പറയാനായിട്ട് സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ ബിനു ജോഷുവയെ ആദരവോടെ ക്ഷണിച്ചു. താങ്ക് യു കിരൺ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. കുര്യൻ പറഞ്ഞ പോലൊക്കെ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡോക്ടർ ലൈവ് ഷോയുടെ 22ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ 21 ആഴ്ചകളിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും നമ്മുടെ റെസ്പോൺസുമാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ പരിപാടി കമ്മ്യൂണിറ്റി റീച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ചേർന്ന് സംസാരിച്ച എല്ലാ ഡോക്ടർമാരോടും ഉള്ള നന്ദി, എല്ലാ ഗസ്റ്റുകളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കിടക്കുകയാണ്. ഇന്ന് നമ്മളുടെ സ്പീക്കറായി നമ്മളോട് ചേർന്നിരിക്കുന്നത് ഡോക്ടർ ഓണൽ മാലിയർ പീറ്റർ. ആക്ച്വലി ഡോക്ടർ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോഴും 1997 MBBS പൂർത്തിയായതിനു ശേഷം 2004 ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടിയിരിക്കുകയും തിരുവനന്തപുരം നിംസിലും പെരിന്തൽമണ്ണ EMS അടക്കം ഉള്ള കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിനു ശേഷം 2013 മുതൽ ഡോക്ടർ ക്ലെർക്സ്ട്രോപ്പ് സൗത്ത് ആഫ്രിക്കയിൽ ജോഹാൻസ്ബർഗിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നിരവധി പബ്ലിക്കേഷനുകൾ നടത്തിയിട്ടുണ്ട്. വേൾഡ് ജേർണലിലും നിരവധി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ നമുക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ്. ഇന്നത്തെ പ്രത്യേകത മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു വേറൊരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. സാധാരണ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ധാരാളം ചർച്ചകളും ഡോക്ടർ ലൈവ് ഷോയിൽ നടത്തുകയുണ്ടായി. ഇന്നത്തെ ടോപ്പിക്ക് അനസ്തേഷ്യയും മിഥ്യാധാരണകളും എന്നുള്ളതാണ്. വളരെ ഒരു പ്രത്യേകതയുള്ള ടോപ്പിക്കാണ്. കൂടുതൽ വിവരങ്ങൾ ഡോക്ടറിൽ നമുക്ക് അറിയാൻ കഴിയും. ഡോക്ടറെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിന് വേണ്ടി, ടൊറന്റോ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, വെൽക്കം ഓണൽ. താങ്ക് യു. ഇന്ന് നമ്മുടെ അടുത്ത ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട ജോബ്സൺ ഈശോ അവറുകളാണ്. ഐ ഡോണ്ട് തിങ്ക് ജോബ്സൺ നീഡ് എനി ഇൻട്രൊഡക്ഷൻ ടു ദ കമ്മ്യൂണിറ്റി. ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ ഏറ്റവും അടുത്തൊരു വെൽവിഷറും സുഹൃത്തും കൂടിയായ ജോബ്സൺ ഈശോ, ജോബ്സൺ ദ മലയാളി ഫേസ് ഓഫ് മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ഇൻ കാനഡ. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ നമുക്കറിയാവുന്ന കൊണ്ട് തന്നെ മാർക്കം തോണലിൽ മത്സരിക്കുകയുണ്ടായി. എല്ലാവരും പ്രിയപ്പെട്ട മുൻ പ്രൈം മിനിസ്റ്റർ ഹാർപ്പർ അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ജോബ്സൺ ഈശോയെ എല്ലാവർക്കും വേണ്ടി ഈ സമയത്തിന്റെ ഈ ഡോക്ടർ ലൈവ് ഷോയിലെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജോബ്സൺ ഈശോ, വെൽക്കം. താങ്ക് യു. അതോടൊപ്പം നമ്മളോട് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സ്, ഒഫീഷ്യൽസ്, പ്രിയപ്പെട്ട യോഗേഷ്, പ്രവീൺ വർക്കി നമ്മളൊപ്പം ഉണ്ട്. ഓഫ് കോഴ്സ് ചെയർമാൻ കുര്യൻ പ്രക്കാനം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വീക്കെൻഡ് ഒരു ഓഫ് ഡേ ശേഷമുള്ള ദിവസമല്ലേ. എല്ലാവർക്കും ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമാജത്തിന്റെ മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ലോകമെമ്പാടുള്ള മലയാളി പ്രേക്ഷകർ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബാക്ക് ടു കുര്യൻ ഫോർ ദ ഷോ. താങ്ക് യു ബിനു. നമുക്കിന്ന് വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ ജോബ്സൺ ഈശോ ആണ്. ജോബ്സൺ ഈശോയെ പറ്റി ബിനു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സമാജത്തിന്റെ ഒരു നല്ല ഏറ്റവും അടുത്ത സുഹൃത്ത്, നമ്മുടെ എല്ലാം പേഴ്സണൽ വളരെ അടുത്ത സുഹൃത്താണ് ജോബ്സൺ. എന്താവശ്യങ്ങൾക്കും സമാജത്തിനോട് നിൽക്കുകയും സമാജത്തിന് വോട്ട് റേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനു മുമ്പുള്ള കാലങ്ങളിലൊക്കെ വളരെ ഏറ്റവും അടുത്ത സഹകരണം ചെയ്യുകയും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഷെയറിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കൊക്കെ ഒന്ന് മുന്നേറി നിന്നതും സഹായിച്ചതൊക്കെ ജോബ്സിന്റെ ഒരു വലിയ സഹായമാണ് സമാജത്തോട് ചെയ്തത്. അതിനെല്ലാം ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക്
ആശംസാ പ്രസംഗത്തിനായിട്ട് ശ്രീ ജോബ്സൺ ഈശോയെ ക്ഷണിച്ചോളൂ. Thank you, Kurian. I hope everybody can hear me. Yes. Hello? Yeah. Yeah, okay. I can Thank hear you. you. Thank you. First of all, let me just wish you all a very happy and a healthy new year for this year, 2021. നമ്മള് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽത്ത്, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് pandemic year which we had in 2020. നമ്മുടെ സ്നേഹത്തിലുള്ളവരും നമ്മുടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഒന്ന് ഹഗ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണുവാൻ പറ്റാഞ്ഞ അല്ലെങ്കിൽ അതിന് അനുവാദമില്ലാഞ്ഞ ഒരു അൺപ്രസിഡന്റ് ഇയർ ആയിരുന്നു 2020. കൂട്ടുകാരൊന്നിച്ചൊന്ന് കൂടുവോ അല്ലെങ്കിൽ സമാജത്തിന്റെ പ്രോഗ്രാംസ് നടത്താനോ ഒന്നും സംഭവിച്ചില്ല. അതൊന്നും നടക്കാൻ പറ്റിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലും ടെക്നോളജിയെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസും നടത്തുന്ന ബ്രാംപ്ടൺ മലയാളി അസോസിയേഷനെയും അതിൻ്റെ അമരക്കാരനായ കുര്യനെ ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി അനുമോദിക്കുന്നു. It is not easy to run something like that. When I heard just now that it is the 22nd Dr. Life program, I was really surprised. എല്ലാവർക്കും എന്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് എപ്പോഴും എല്ലാവരും ഒരു ചാലഞ്ചായിട്ട് ഉണ്ടാകുന്നത്. അത് ആരുടെയും കുറ്റമല്ല. ഇറ്റ് ഇസ് എവരിബഡീസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി, അത് ഡോക്ടർ ലൈഫ് എന്ന് മാത്രമല്ല, പല പ്രോഗ്രാംസും ഞാൻ കുര്യനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുര്യൻ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹി കണ്ടിന്യൂസ്. സോ ആ കണ്ടിന്യൂറ്റി ഉള്ളത് ദാറ്റ് ഈസ് എക്സ്ട്രീംലി വെൽ, എസ്പെഷ്യലി ഇൻ അവർ കമ്മ്യൂണിറ്റി. ആൻഡ് അത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, that is very good. And I also want to congratulate Dr. Aunel Mallier, who is joining us today to give his thoughts on his expertise. So I'm not going to take your time too much. So let me just congratulate the Samajam. Let me congratulate Kurian and also Dr. Aunel Mallier and everybody else who is in attending this Zoom meeting. And once again, Happy New Year, Happy Healthy New Year, and God bless you all. Thank you. Thank you, Jobson. Thank you. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ദൂരത്ത് നിന്ന് ബിനുവുമായിട്ടുള്ളവരുടെ അടുത്ത ഒരു സുഹൃബന്ധത്തിന്റെ പേരിലാണെന്ന് അറിയാം. ഇത്രയും ദൂരെ നിന്ന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ഒരു നല്ല ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായിട്ട് എത്തിയ ഡോക്ടർ ഓണൽ പീറ്ററിനെ ഞാൻ സമാജത്തിന്റെ പേരിൽ വീണ്ടും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. Thank you. Am I audible? എല്ലാം കേൾക്കാമോ? Yeah, sure. So first of all, Happy New Year to all. A happy and a blessed New Year. Wishing you a happy and a blessed New Year. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലാതെ ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. And I thank Brampton Malayali Association for inviting me to give a talk to you, especially Binu. So we won't waste our time. We'll straight away go to the topic. So the topic is anesthesia. What is anesthesia and what is the facts behind anesthesia and what is the myths behind anesthesia, or what is the myths about anesthesia? So anesthesia കുറിച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്പെഷ്യാലിറ്റീസിനെ നോക്കുമ്പോൾ anesthesia കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ knowledge is not that much maybe because it is not an clinical entity which is exposed very well to the society in a way like a clinics or an outpatient thing. Anesthesia എപ്പോഴും behind the scenes ആണ് most of the time.
So in the logathil, today there is almost there are about course of operation going on or surgery going on every single day. And 80 to 90% of the surgeries are done under anesthesia. So anesthesia has become an integral part of your day-to-day activities in terms of medical services. So when you talk about anesthesia, there are actually three components in anesthesia. Anesthesia എന്ന് പറയുന്നത് 3 component ചേർന്ന് ഉള്ളതാണ് ഒരു anesthesia. അതൊന്ന്, we need to have a loss of consciousness. We will make the patient sleep during an operation. First thing. Second thing, we will make the patient to not to feel any pain. വേദന അറിയാതിരിക്കാനുള്ള ഒരു ഭാഗം. Third one is the muscle relaxation. For the surgery to have for the surgeons to do the surgery in a good surgical field. So these are the 3 components of anesthesia. First one is loss of memory or loss of consciousness. Second one is loss of pain, and third is muscle relaxation. So these are the basic 3 components of anesthesia. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുക. ഓരോന്നിനും different types of medicine. We use different types of medicine to achieve this. To achieve loss of consciousness, we use medicines called induction agents. To achieve a muscle relaxation, we use muscle relaxant. To achieve a loss of pain or analgesia, we use painkillers or opioids or whatever is available in the market. So now, anesthesia broader divided, it can be divided into two parts: general anesthesia, regional anesthesia. General anesthesia will make the patient completely sleep. Patient won't know anything when the surgeons do the surgery. The patient will be completely relaxed. Patient doesn't have any awareness or any memory or any recollection of what happened during those time, during the period of surgery. രണ്ടാമത്തത് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയും. അതായത് ഏത് ഭാഗത്താണോ സർജറി വേണ്ടത് ആ ഭാഗത്തിന് നമ്മൾ മരവിപ്പിക്കും, അല്ലെങ്കിൽ ആ ഭാഗത്തിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഇടുപ്പിന് താഴോട്ടുള്ള സർജറി ആണെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നട്ടിൽ കുത്തി മരവിപ്പിച്ചിട്ട് ആണ് ഇടുപ്പിന് താഴോട്ടുള്ള സർജറി ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ നടക്കുവാണ്, ആ ഒരു പേഷ്യന്റിന് പോസ്റ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഇടുപ്പിന് താഴോട്ടുള്ള ഭാഗം മാത്രം മരവിപ്പിച്ചാൽ മതി. നമ്മൾ ഫുള്ളായിട്ട് ജനറൽ അനസ്തേഷ്യ കൊടുക്കണ്ട. അപ്പൊ ആ ഇടുപ്പിന് താഴോട്ട് ഉള്ള ഭാഗം മാത്രം മരവിപ്പിക്കാൻ നമ്മൾ സ്പൈനൽ കോഡിൽ അവിടെ നട്ടിൽ ബാക്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് മരുന്ന് കൊടുത്ത് ആ ഇടുപ്പിന് താഴോട്ട്, അതിനെ റീജിയണൽ അനസ്തേഷ്യ. അപ്പൊ അതിനെയാണ് അപ്പൊ ഏത് ഭാഗത്ത് മാത്രമാണ് സർജറി നടക്കുന്നത് ആ ഭാഗത്ത് മരവിപ്പിച്ച് ചെയ്യുന്നതിനാണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുക. പിന്നെ ഓപ്പറേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ജനറലി. ഒന്ന് എലക്റ്റീവ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എലക്റ്റീവ് സർജറി, രണ്ടാമത്തത് emergency surgeries. So in the case of elective surgeries, we will have a definite check. Both elective and elective surgeries have a checklist. More property clinic അതുപോലെ നമ്മുടെ ക്ലിനിക്കിൽ വെച്ചിട്ട് പേഷ്യന്റിന്റെ അസുഖം ഓപ്പറേഷൻ പേഷ്യന്റിന്റെ അതർ കണ്ടീഷൻ നോക്കി ആസ്മ രോഗങ്ങളെല്ലാം നോക്കി അതിൽ സോ ഇഫ് ഇസ് ഹൈ ചെയ്യുന്നു. എമർജൻസി ഓപ്പറേഷൻസിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു weigh the risk benefit of surgery and the condition of the patient. For example, if a road traffic accident വന്ന് പേഷ്യന്റിനെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, പേഷ്യന്റ് ഉടനെ എമർജൻസി ആയിട്ട് സർജറി വേണം, പക്ഷെ പേഷ്യന്റിന്റെ BP കൂടുതലാണ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സർജറി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻഫോംഡ് കൺസെന്റ് എടുത്തിട്ട്
ആ റിസ്കോട് കൂടി തന്നെയാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കാറ്. അപ്പോൾ ഇതാണ് എമർജൻസി ഓപ്പറേഷനും ഇലക്ടീവ് സർജറീസും തമ്മിലുള്ള നമ്മുടെ അനസ്തേഷ്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാ ഓപ്പറേഷൻസിനും നമുക്ക് ഇൻഫോംഡ് കൺസെന്റ് വേണം. പേഷ്യന്റിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നതും ഏത് തരത്തിലുള്ള അനസ്തേഷ്യയാണ് കൊടുക്കുന്നതെന്നുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള റിട്ടേൺ കൺസെന്റോടുകൂടി പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യന്റ് അക്സെപ്റ്റൻസോടുകൂടി പേഷ്യന്റ് സൈൻ ചെയ്തിട്ടാണ് നമുക്ക് പേഷ്യന്റിനെ പോസ്റ്റ് ചെയ്യുക. ജനറൽ അനസ്തേഷ്യക്ക് ഇപ്പം പോസ്റ്റ് ചെയ്ത പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പം അനസ്തെറ്റിസ്റ്റിനെ നമുക്ക് ഒരു പൈലറ്റിനായിട്ട് ഉപമിക്കാം. The pilot will first thing, the pilot has to take off, the pilot has to maintain the flight in the air, and pilot has to land. These 3 parts in anesthesia. Initially, we will have a cockpit drill, as a pilot says. Pilot cockpit drill ചെയ്യുന്നത് പോലെ നമുക്കൊരു drill ഉണ്ട്. We will check the machine, we will check the monitors, we will check everything which is there inside the theater. To make sure that every single machine inside the theater which we use works properly. We will check that the monitors are working. There is an anesthetic workstation or anesthetic machine where which we use to give gases to the patient. That has been checked properly. Ella backup oxygen and backup air and backup anesthesia gases ellam filled aano the cylinders filled aano check. That is called a cockpit drill, which can be similar to the cockpit drill where the pilot checks before he takes off the flight. So then we will make the patient sleep. That is the initial part, that is a takeoff. During anesthesia, during surgery, we will maintain the patient in a sleep state. That is the maintenance of the flight when we fly. And towards the end of the surgery, when the surgery is finished, we'll make sure that the patient lands properly or lands in a safe way. There അത് കഴിയുമ്പോൾ അതിനകത്ത് അവിടെ വെച്ച് നമുക്ക് തീർന്നില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റിന്റെ വൈറ്റൽസിൽ ഹാർട്ട് റേറ്റ്, BP, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കി പോസ്റ്റ് ഓപ്പറേറ്റീവ് അനസ്തേഷ്യ കെയർ യൂണിറ്റിൽ പേഷ്യന്റിനെ കുറച്ച് നേരം മോണിറ്റർ ചെയ്ത ശേഷമാണ് യൂഷ്വലി വി ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദ വാർഡ്. In the ward also, for 24 to 48 hours, we will write medication for pain relief. Because after surgery, the patient might have pain. So we will write, according to the patient's needs, we will write pain drugs for the patient for 24 to 48 hours. So this is what we generally do when we do an anesthetic thing. It won't end in the theater. It will continue until 24 hours where patients feel pain. Until the patient is fully relieved of pain, we have to take care of the patient. So this is how the general anesthesia works. Regional anesthesia ആണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഭാഗത്താണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ ഭാഗത്തിന് മാത്രം നമ്മൾ മരവിപ്പിച്ചിട്ടാണ് ചെയ്യുക. For example, it is most common regional anesthesia is a spinal anesthesia, and most common surgery done under spinal anesthesia, now settings is a cesarean section. When you call if it's so cesarean section is done mostly under a spinal anesthesia. So we'll inject a drug into the spinal cord. It will act on the nerves which carries pain, and below that level of where we inject, the patient get a numbness and the patient don't feel any pain there, and the muscles also relax so that he can have a good operating field for the surgeons. So these are the main 2 types of anesthetic technique we use in our practice. So what are the myths? Myths എന്തുവാണ്? അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. മിത്സ് എന്നെ കുറിച്ച് പറയാണ്. എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന എൻ്റെ മോൻ 7 വയസ്സായ 9 years old ആയപ്പോൾ ഹോക്കി കളിക്കുമായിരുന്നു. ഹോക്കി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ തലയിൽ ഒരു മുറിവ് വന്നിട്ട് അവനെ സ്റ്റിച്ച് ഇടാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവന് 9 വയസ്സായ അപ്രിഹെൻഷൻസ് ഉണ്ട്. അപ്പൊ I thought I will give anesthesia to him to put the stitch. So he asked me 3 questions actually. Dada, will I sleep? Will I be aware of anything inside the theater? Will I have any pain? The third thing he asked is the most important thing. Will I wake up?
അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഇതാണ് അനസ്തേഷ്യയെ കുറിച്ചുള്ള മിത്സ് എന്ന് പറയുന്നത്. Will I have any feeling or will I know anything happens during our surgery? ഞാൻ അറിയോ, എന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ ഞാൻ ഈ സൗണ്ട് കേൾക്കോ, ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഞാൻ കേൾക്കോ, ഇതെല്ലാമാണ് ഒരു സംശയം. അപ്പം ജനറൽ അനസ്തേഷ്യ കൊടുക്കുവാണെങ്കിൽ the patient won't feel anything, patient won't realize anything, patient won't have any memory of what happened during the period of that surgery. റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മരവിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ചില പേഷ്യൻസ് ആവശ്യപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ എനിക്ക് എല്ലാം കേൾക്കണമെന്ന് പറയുന്ന പേഷ്യൻസും ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പേഷ്യന്റിനെ കേൾക്കാൻ പറ്റും, സൗണ്ട്സ് എല്ലാം കേൾക്കാൻ പറ്റും. പക്ഷേ if a patient is apprehensive, we can sedate the patient even with the regional anesthesia, so that patient will sleep and operation can continue with that regional anesthesia. So these are the things which usually patient know. There is, in the Western countries, there are a lot of lawsuits or lot of litigations against this awareness during operation. So it is very difficult to prove that patient was not aware during operation from our point of view. But now with the modern machines and modern technology, we have monitors which can monitor the brain activity to say that the patient was not aware or patient was completely asleep, patient had a good depth of anesthesia, and patient was not aware during the period of that surgery. And the monitors and brain activity number numerical values from 0 to 100 kittu. Now 0 is completely silent and 100 is completely active. We need a range of 40 to 60 in that monitor to make sure that patient is have enough depth of anesthesia, so that he doesn't have any knowledge or anything, he doesn't hear anything, or he was not aware at all during that surgery, and he doesn't feel any pain. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മോണിറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ എല്ലായിടത്തും അത് അവൈലബിൾ അല്ല. But it is slowly coming up. But in Western countries, there are a lot of litigations which says that patient will simply say that I was aware during the operation, and I felt the stretch and pull and all those stuff which the surgeons did during that period of surgery. So I am suing the surgeon for this lump sum amount of money. So it is very difficult. As I said earlier, it is very difficult to prove that the patient was not aware during the operation without the sophisticated monitors. So that is one thing which we need to be very careful when you give anesthesia, when you give general anesthesia. Other thing is pain. The patient will often ask, will I feel pain? Usually, if you give an adequate dose of drug, pain relief, usually what the pain relief is pain part is a multimodal, different drugs which we can give to the patient to relieve the pain. One group of drug is opioid, like our morphine, our pethidine, our fentanyl, and all those drugs. Other drugs is our paracetamol. There is IV paracetamol which we can give intraoperative. IV ആയിട്ട് തന്നെ കൊടുക്കാം, നമുക്ക് ഓറലായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് IV ആയിട്ട് തന്നെ കൊടുക്കാവുന്ന പാരസെറ്റമോൾ പ്രിപ്പറേഷൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ ഇങ്ങനത്തെ മൂന്നോ നാല് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ it acts in a different levels and different sites so that the patient won't feel pain at all. So the pain management is now a multimodal technique. It's not a single drug. We have to use at least 2 or 3 drugs to make sure that all pain pathways has been blocked, so that the patient doesn't feel any pain. This is what. And third thing is, as my son asked, will I wake up? That also depends on the patient's conditions. We need to know all our anesthetic drugs are metabolized by the liver and is excreted by our kidney. So if a patient has a liver dysfunction or a liver problem, or a patient has a kidney problem, we need to adjust the dose of the drug according to that. That is why it is very important for every patient to undergo a pre-anesthetic checkup or a pre-anesthetic evaluation to know the general condition of the patient.
പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ അറിഞ്ഞിട്ട് പേഷ്യന്റ് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡ്രഗ്സ് തീരുമാനിക്കുന്നതും ഡ്രഗ്സിന്റെ ഡോസ് തീരുമാനിക്കുന്നതും അത് എത്രത്തോളം ഇന്റർവെല്ലിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം പേഷ്യന്റ് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് ഒരു ലിവർ ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ വേറൊരു സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ലിവർ ഫെയിലിയർ ഉള്ള പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് നമുക്ക് സർജറി വരുവാണ്, നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പം പക്ഷേ മോസ്റ്റ് ഓഫ് അവർ ഡ്രഗ്സ് വിച്ച് വി ഗീവ് ടു മേക്ക് ദ പേഷ്യന്റ് സ്ലീപ്പ് ഇസ് മെറ്റബിളൈസ്ഡ് ബൈ ദ ലിവർ. നമുക്ക് നോർമലി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ് പേഷ്യന്റിന്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഡ്രഗ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഈ പേഷ്യന്റിന് ലിവർ ഫംഗ്ഷനും കൂടെ ഡാമേജ്ഡ് ആയതുകൊണ്ട് അത്രയും തന്നെ ഡോസിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദ പേഷ്യന്റ് വോണ്ട് എക്സ്ക്രീറ്റ് ഓർ മെറ്റബിളൈസ് ദാറ്റ് ഡ്രഗ് in that through the liver because the liver is damaged. Or there are some other drug which doesn't metabolize to the liver. That is the drug which we have to choose for this patient. അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വരുവാണെങ്കിൽ most of the drugs are excreted to the kidney. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കിഡ്നി വഴി അല്ലെങ്കിൽ യൂറിൻ വഴിയാണ്, മൂത്രം വഴിയാണ് ഇത് പുറത്തു പോകുന്നത്. മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ക്രീഷൻ നടക്കുന്നത് കിഡ്നി വഴിയാണ്. അപ്പൊ കിഡ്നി ഫംഗ്ഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയും നമുക്ക് ഡ്രഗ്സിന്റെ ഡോസേജ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഡ്രഗ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈച്ച് ആൻഡ് എവറി പേഷ്യന്റ് ഇസ് ഡിഫറെന്റ് ആൻഡ് വി നീഡ് ടു ഗോ ത്രൂ ദാറ്റ് പേഷ്യന്റ് thoroughly from the beginning as a pre-anesthetic clinic. We need to make sure that the patient doesn't have any comorbid conditions, and if there is any comorbid condition we need to test that organ function. For example, if liver function, liver problem ഉണ്ടെന്ന് തോന്നിയാൽ liver function test എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ലിവറിന്റെ ഫംഗ്ഷൻസിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാർട്ടിന് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എക്കോ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ട്രെഡ്മിൽ ചെയ്തിട്ട് ഹാർട്ടിന്റെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ലങ്സിന്റെ ഫംഗ്ഷൻ നോക്കണമെങ്കിൽ ലങ്സിന്റെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ചെയ്ത് പേഷ്യന്റിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എലക്ടീവ് സർജറിക്ക് അനസ്തീഷ്യ ഫിറ്റ്നസ് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകണം, എല്ലാ പേഷ്യൻസും ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു. എമർജൻസി സർജറി ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകാൻ പറ്റിയെന്ന് വരത്തില്ല, ബിക്കോസ് ഓഫ് ദ എമർജന്റ് നേച്ചർ ഓഫ് ദാറ്റ് പേഷ്യൻസ് കണ്ടീഷൻ. So we might bypass this process, but we need to make sure that patient is safe enough so that surgery can be completed safely. അതിന് നമുക്ക് പേഷ്യന്റ് കൺസെന്റും പേഷ്യന്റ് റിലേറ്റീവ്സ് ആയിട്ട് സംസാരിക്കും, പേഷ്യന്റ് കൺസെന്റ് എല്ലാം കിട്ടി ഹൈ റിസ്ക് കൺസെന്റ് എടുത്തിട്ട് ഇൻഫോംഡ് കൺസെന്റോട് കൂടി മാത്രമേ നമ്മൾ അത് ചെയ്യത്തുള്ളൂ. ഇതാണ് nutshell about anesthesia if you ask me. Any questions? നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ സൂചിപ്പിച്ചായിരുന്നു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉള്ള റിസ്കിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. സാധാരണ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല അനസ്തെറ്റിസ്റ്റ് എത്രത്തോളം വിഷയത്തിൽ റിസ്ക് എടുക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ ചിലയിടത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട് എത്രത്തോളം ഡെപ്തിലാണ് ഈ പേഷ്യന്റിന്റെ മയക്കമെന്ന് വിലയിരുത്താൻ പറ്റും. എല്ലായിടത്തും അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു, 40 to 60 ആ റേഞ്ചിൽ. മറ്റ് ഇത് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു അനസ്തെറ്റിസ്റ്റ് എടുക്കുന്ന റിസ്ക് എത്രമാത്രമാണ് ഈ വിഷയത്തിൽ? ഇത് അല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ഡെപ്ത് അറിയാൻ പറ്റും, പക്ഷെ ഇതിനകത്ത് ലിറ്റിഗേഷൻ വരുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയോ. അതാണ് ഇതിനകത്തുള്ള ആ മിഷൻ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ്. ഇഫ് യു ഹാവ് പേഷ്യന്റ് ഗോസ് ഫോർ എ ലിറ്റിഗേഷൻ ഓർ എ ലീഗൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇപ്പം സാധാരണ മോണിറ്റർ വെച്ചിട്ട് തന്നെ നമ്മുടെ BP, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ അനസ്തേഷ്യ ഡ്രഗ്സിന്റെ അളവ്, ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ BP നോർമൽ റേഞ്ചിലും ഹാർട്ട് റേറ്റ് വിത്തിൻ ബിലോ 80 ആ റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 99% അറിയാൻ പറ്റും പേഷ്യന്റ് ഈസ് അണ്ടർ സഫിഷ്യന്റ് ഡെപ്ത് ഓഫ് അനസ്തേസിയ എന്നുള്ളത്. അങ്ങനെയാണ് ഇത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അറിയുന്നത്. വേറെ പല മോണിറ്റേഴ്സും വെച്ചിട്ട് ഹാർട്ട് റേറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യും, ഓക്സിജന്റെ ലെവൽ മോണിറ്റർ ചെയ്യും, നമ്മൾ കൊടുക്കുന്ന അനസ്തെറ്റിക് ഗ്യാസിന്റെ ലെവൽ മോണിറ്റർ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന അനസ്തെറ്റിക് ഗ്യാസിന്റെ ലെവൽ ഒരു ലെവലിൽ കഴിഞ്ഞാൽ ആ ഡെപ്ത് എത്തും എന്നുള്ളത് നമുക്ക് എല്ലാ സ്റ്റഡീസിലും പറയുന്നതാണ്.
അപ്പൊ ആ ലെവലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 99.9% നമുക്ക് അറിയാൻ പറ്റും ആ പേഷ്യന്റ് ഇസ് ഇൻ adequate depth of anesthesia എന്നുള്ളത്. പിന്നെ adequate depth അല്ലാത്ത പേഷ്യൻസിന് വേറെയും കുറെ സൈൻസ് ഉണ്ടാവും. പേഷ്യന്റിന് കണ്ണുനീര് വരാം. ഡെപ്ത് ഇല്ലാത്ത പേഷ്യൻസിന് ടിയേഴ്സ് വരും എന്ന് പറയും. അപ്പൊ ടിയേഴ്സ് ഒന്നുമില്ല, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇസ് വിത്തിൻ നോർമൽ റേഞ്ച്, ദ BPs ആർ വിത്തിൻ നോർമൽ റേഞ്ച്. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റ് ഇസ് ഇൻ adequate depth എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ അത് അനുഭവം കൊണ്ട് സയന്റിഫിക് എവിഡൻസ് കൊണ്ട് അത് മനസ്സിലാക്കാമെന്ന് മനസ്സിലായി. ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ള കേസുകൾ എത്തുമ്പോൾ ലിവർ ഫംഗ്ഷൻ, മെറ്റബോളിസം നടക്കുന്ന ലിവറിലും കിഡ്നിയിലും ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ കിഡ്നി ഫെയിലിയറോ ലിവർ ഫെയിലിയറോ ഉള്ള കേസുകൾ എമർജൻസി സർജറിക്ക് എത്തുകയാണെങ്കിൽ അത് മറ്റ് സർജറീസായിട്ട് കമ്പാരിറ്റീവ്ലി വളരെ റിസ്കിയർ ആയിരിക്കും അല്ലെ? അതെങ്ങനെയാണ് ഡോക്ടർ സാധാരണ അനസ്തെറ്റിസ്റ്റ്? അപ്പൊ അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലിവർ ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റ് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ സാധാരണ കൊടുക്കുന്ന അത്ര മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ റിസ്ക് ബെനിഫിറ്റ് ഓഫ് ദി സർജറി ആൻഡ് അവയർനെസ്, അല്ലെങ്കിൽ പേഷ്യന്റിന് ഇൻട്രാ ഓപ്പ് അവയർനെസ് ആവുന്നതിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന് ജീവൻ അപകടം പറ്റുന്നതിന്റെയോ റിസ്ക് ബെനിഫിറ്റ് വേ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഡ്രഗ്സിന്റെ എമൗണ്ട് തീരുമാനിക്കുക. 1. 2, ലിവറിൽ കൂടെ മെറ്റബോളൈസ് ചെയ്യാത്ത ഡ്രഗ്സുകളും ഉണ്ട്, അതും കൊടുക്കാം. പക്ഷെ എല്ലാ പേഷ്യന്റിനും അതും കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. അങ്ങനത്തെ എല്ലായിടത്തും അത് അവൈലബിൾ ആവണമെന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റിസ്ക് ബെനിഫിറ്റ് പേഷ്യന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ റിസ്ക് എടുത്തോണ്ട് വേണം നമുക്ക് അത് ചെയ്യാൻ. അനസ്തെറ്റിസ്റ്റ് പൊതുവെ മറ്റു സർജന്മാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു കേസ് വരുമ്പോൾ, ഒരു സർജറിക്ക് വരുമ്പോൾ, ഒരു കാർഡിയാക് സർജറി, ഇപ്പൊ ഇതിന്റെ സമയം, ഇത്ര സമയം ഇത് മയക്കം വേണം എന്ന് തീരുമാനിക്കുന്നത്, സാധാരണ ഡിസിഷൻ എടുക്കുന്നത് അനസ്തെറ്റിസ്റ്റ് ആണോ അതോ മറ്റു ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട്? സാധാരണ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ആ സാഹചര്യം എങ്ങനെയാണ് നിങ്ങളൊരു തീരുമാനത്തിൽ? ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ജനറൽ അനസ്തേസിയ ആണെങ്കിൽ നമുക്കൊരു ടൈം ഒരു ഫാക്ടർ അല്ല. നമ്മുടെ ഡ്രഗ്സിന്റെ മെറ്റബോളിസം കഴിയുമ്പോൾ നമുക്കറിയാം ഇത് അടുത്ത ഡോസ് കൊടുക്കാനുള്ള സമയമായിരുന്നു. അപ്പൊ ആ ഡോസ് കൊടുത്താൽ നമ്മുടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ initially we will have a team discussion with the surgeon, with the nursing staff and with the anesthetist, how long with the surgery takes എന്നുള്ള, എത്ര സമയം എടുക്കും, ഒരു അപ്രോക്സിമേറ്റ് ടൈം നമുക്ക് പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ഓപ്പറേഷൻ. സോ അപ്രോക്സിമേറ്റ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇനിഷ്യലി. ആ ടൈമിന് വേണ്ട അല്ലെങ്കിൽ ആ ഇൻഡക്ഷൻ സമയത്ത് ഇതിന് വേണ്ട മരുന്ന് നമ്മൾ കൊടുക്കും. നമ്മൾ അത് കഴിഞ്ഞാൽ ഇപ്പം സർജറി പ്രൊലോങ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും മരുന്ന് കൊടുക്കാം. മരുന്ന് കൊടുത്ത് പിന്നെയും ആ മയക്കം കണ്ടിന്യൂ ചെയ്യാം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജനറൽ അനസ്തേഷ്യയിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് വരും. ഇതിനകത്ത് വരുന്ന പ്രോബ്ലം, നമ്മൾ റീജിയണൽ അനസ്തേഷ്യയിൽ ഇപ്പൊ നമ്മളൊരു സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തു എന്ന് പറയാം. നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ കൊടുത്ത സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയം 2 മണിക്കൂറാണെന്ന് വിചാരിക്കുക. ആദ്യം സർജറി 2 മണിക്കൂറിൽ കൂടുതൽ 3 മണിക്കൂർ 4 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ റീജിയണൽ അനസ്തേഷ്യ ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻടു എ ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യയിലായിട്ട് മുഴുവനായിട്ട് മയക്കേണ്ടി വരും. കാര്യം റീജിയണൽ അനസ്തേഷ്യ ഡ്രഗ്സ് വെയർ ഓഫ് ചെയ്യും ഒരു ടൈം കഴിയുമ്പോൾ. നമുക്ക് പെയിൻ വരാൻ തുടങ്ങും. അപ്പൊ ആ പെയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് സർജനുമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് we can convert that patient who is under regional anesthesia into a general anesthesia, കൺവേർട്ട് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ കൊടുത്ത് വെന്റിലേറ്റർ കണക്ട് ചെയ്ത് നമ്മൾ അനസ്തെറ്റിക് ഗ്യാസ് വെച്ചിട്ട് അനസ്തേഷ്യ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. റീജിയണൽ അനസ്തേഷ്യ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. റീജിയണൽ അനസ്തേഷ്യ ഇപ്പൊ സ്പൈനൽ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റീജിയണൽ അനസ്തേഷ്യയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന റീജിയണൽ അനസ്തേഷ്യ ടെക്നിക്സിലുണ്ട്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ അതൊരു കോമൺ ടെക്നിക്കാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നതിൽ നമ്മൾ സാധാരണഗതി സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ സിംഗിൾ ഷോട്ട് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡ്രഗ് കൊടുത്ത് അതങ്ങ് നീഡിൽ അങ്ങ് ഊരും. എപ്പിഡ്യൂറൽ അനസ്തേഷ്യയിലാണെങ്കിൽ നമ്മളൊരു കത്തീറ്റർ ഉണ്ട്, സ്മോൾ ട്യൂബ് എന്ന് പറയുന്നത്. അത് കത്തീറ്റർ പോലത്തെ ട്യൂബ് ആ എപ്പിഡ്യൂറൽ സ്പേസിൽ നമ്മൾ വെക്കും. എന്നിട്ട് ആ കത്തീറ്ററിൽ കൂടെ നമ്മുടെ അനസ്തേഷ്യ വെയർ ഓഫ് ചെയ്യുന്ന അനുസരിച്ച് പിന്നെയും നമുക്ക് ഡ്രഗ്സ് കൊടുക്കാം. യു ഹാവ് ടു കണ്ടിന്യൂ ദ അനസ്തേഷ്യ. അങ്ങനെ പറ്റുന്ന റീജിയണൽ അനസ്തേഷ്യയും ഉണ്ട്. പക്ഷെ സ്പൈനൽ അനസ്തേഷ്യയിൽ നമുക്ക് ഒറ്റ ഷോട്ടിൽ ഇത്രയും സമയത്തെ അനസ്തേഷ്യ ടൈം നിൽക്കത്തില്ല. ഫിക്സഡ് ടൈം 3 to 4 hours ആണ് യൂഷ്വലി ആ ടൈം നിൽക്കുക. എപ്പിഡ്യൂറൽ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ് ഹൗ ലോങ് വി വാണ്ട്.
അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ പെയിൻലെസ് ലേബർ എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്. നോർമൽ ഡെലിവറി പെയിൻലെസ് ആയിട്ട് ചെയ്യുന്ന ടെക്നിക്, അത് എപ്പിഡ്യൂറൽ വഴിയാണ് നമ്മൾ കൊടുക്കുക സാധാരണ. ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാ എത്ര സമയം ലേബർ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. ചില സമയത്ത് ചില ആൾക്കാർ നോർമൽ ഡെലിവറി വിൽ ഹാപ്പൻസ് ഇൻ 2 to 3 hours ടൈം. ചില പേഷ്യൻസ് നോർമൽ ഡെലിവറി ക്യാൻ ഗോ അപ് ടു 24 hours, 1 day. ഇന്ന് രാത്രി തുടങ്ങിയ പെയിൻ നാളെ രാവിലെ ആയിരിക്കും ചിലപ്പം പേഷ്യന്റ് ഡെലിവറി ചെയ്യുക. അങ്ങനെ വരുന്ന പേഷ്യൻസിന് ഇപ്പം ന്യൂവർ ടെക്നിക് ഉണ്ട്, ലേബർ അനാൽജസിസ് എന്ന് പറയുന്നത്. അതായത് പെയിൻലെസ് ആയിട്ട് നോർമൽ ഡെലിവറി നടത്താൻ പറ്റുന്ന അങ്ങനത്തെ അതിന് പറ്റുന്ന ഒരു അനസ്തീസിയ ടെക്നിക്കാണ് എപ്പിഡ്യൂറൽ അനസ്തീസിയ. where we put a catheter in the epidural space and we'll give drugs continuously through that epidural catheter so that the patient won't feel pain throughout this process of labor. പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തോ സാധാരണഗതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാറില്ല. ഈ ഡ്രഗ്സ് ഒന്നും പ്ലാസന്റ ക്രോസ് ചെയ്ത്, മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് വിൽ നോട്ട് ക്രോസ് ദ പ്ലാസന്റ ഈവൻ ഇഫ് ഇറ്റ് കോസ് എഫക്റ്റ് കുറവാണ്. ഒരു കാര്യം മാത്രം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്, അമ്മയുടെ വൈറ്റൽസ് നല്ലതുപോലെ മോണിറ്റർ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ ഹാർട്ട് റേറ്റ്, അമ്മയുടെ BP കുറയാൻ പാടില്ല. ഈ അമ്മയുടെ വൈറ്റൽ സയൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം, ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. എപ്പോഴും നമ്മൾ അനസ്തെറ്റിസ്റ്റ് അമ്മയുടെ ഡെലിവറി തീരുന്നത് വരെ അമ്മയുടെ കൂടെ ഉണ്ടാവുകയും വേണം. ഡോക്ടർ, ഒരു ചോദ്യം കൂടി. റീജിയണൽ അനസ്തേഷ്യ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ജനറലിലേക്ക് സമയം കടന്നു പോവുകയാണെങ്കിൽ. അപ്പോൾ ഇൻഫോംഡ് കൺസെന്റിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. പേഷ്യന്റിനോട് കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഇൻഫോംഡ് കൺസെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ജനറൽ അനസ്തേഷ്യയിലേക്ക് മാറ്റും എന്നവരെ നേരത്തെ അറിയിക്കുകയാണോ ചെയ്യാറ്? ഡെഫിനറ്റ്ലി എല്ലാ അനസ്തേഷ്യയിലും നമ്മൾ ഏത് റീജിയണൽ അനസ്തേഷ്യ കൊടുത്താൽ പോലും എല്ലാ അനസ്തേഷ്യയും ഈ ക്യാൻ കൺവേർട്ട് ഇൻടു എ ജനറൽ അനസ്തേഷ്യ എന്നുള്ള കൺസെന്റ് എല്ലാ പേഷ്യന്റിൽ നിന്നും വാങ്ങിക്കും. അത് മാത്രമല്ല, എല്ലാ അനസ്തേഷ്യയും കൊടുക്കാൻ ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ നമ്മൾ റീജിയണൽ അനസ്തേഷ്യയും കൊടുക്കത്തുള്ളൂ. ഇപ്പൊ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കാനുള്ള റീജിയണൽ അനസ്തേഷ്യക്ക് നമുക്ക് അനസ്തേഷ്യ മെഷീൻ വേണ്ട. പക്ഷെ അനസ്തേഷ്യ മെഷീൻ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റഡ്. ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ജനറൽ അനസ്തേഷ്യ കൊടുക്കാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ നമ്മൾ റീജിയണൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ ഈവൻ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഇഫ് യു ഗിവ് എ ലോക്കൽ അനസ്തേഷ്യ ദാറ്റ് ക്യാൻ ഹാവ് എൻ അനഫലാറ്റിക് അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷൻസ് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് റിസസിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലത്ത് വെച്ച് മാത്രമേ ഈവൻ ലോക്കൽ അനസ്തേഷ്യ ഷുഡ് ബി ഗിവൺ. ഒറ്റ ചോദ്യം കൂടി. പാർശ്വഫലങ്ങളെ കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണ്. സാധാരണ ചെറിയ പാർശ്വഫലങ്ങൾ കേട്ടിട്ടുണ്ട്. സൈഡ് എഫക്ട്സ് എന്താണ്, ഓർക്കാനും വരുമെന്നോ, കുറച്ച് മയക്കാതെയും നീണ്ടുപോവാണ്. അതിലല്ലാതെ ദീർഘകാലത്തേക്ക് ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ ഉണ്ടാകാറുണ്ടോ? അതിന് ഡോക്ടേഴ്സ് എന്താണ് മുൻകരുതൽ എന്താണ്? Evidence wise, there is no long-term disadvantage or long-term side effect for anesthesia. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മിത്സിൽ ഒന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ മിഥ്യാധാരണയിൽ ഒന്നാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ നട്ടൽ ഇഞ്ചക്ഷൻ വെച്ച്, സ്പൈനൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് നടുവേന വന്നാലും നമ്മൾ എല്ലാവരും പറയും ദിസ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് എ സ്പൈനൽ അനസ്തേസിയ 5 years back. അത് നമ്മുടെ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു റീസൺ ആണ്. ഇപ്പൊ എസ്പെഷ്യലി ആഫ്റ്റർ എ സിസേറിയൻ സെക്ഷൻ, ഇഫ് എ patient had a back pain after 5, even after 10 years, they might say, I had an operation which which was done under a spinal anesthesia, and I got an injection at the back, so I have a back pain because of that. അതിന് ഒരു തെളിവുമില്ല, ഒരു എവിഡൻസും ഇല്ല. ഇതുവരെയും സ്പൈനൽ അനസ്തേസിയ കാരണം ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന് ഒരു എവിഡൻസും ഇല്ല. വളരെ നന്ദി ഡോക്ടർ. വളരെ അപൂർവമായ ചോദ്യങ്ങൾക്ക് നമുക്കിത് വേറൊരാളോട് ചോദിക്കാൻ പറ്റില്ല. സാധാരണ ഒരു ഡോക്ടറോടോ ഒരു സർജനോടോ ഒന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യങ്ങളല്ല താങ്കൾ മറുപടി നൽകിയത്. വളരെ സന്തോഷം. താങ്ക് യു. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു. യോഗേഷ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലവണ്ണം കവർ ചെയ്തു. ഈ നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞ് ബോധം വരുന്നോ എന്നുള്ള ഒരു കൺസേൺ ആണല്ലോ കൂടുതലും ആളുകൾ ചോദിക്കുന്നത്. ഇപ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, പലരും ചോദിക്കുന്നത് ബോധം വന്നോ, ഓക്കെ ആയോ എന്നുള്ളത്. ഏത് കേസിലാണ് ഈ ബോധം വരാൻ ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അത് ഡെത്തിലോട്ടോ അങ്ങനെയുള്ള ഒരു സിവിയർ കേസിലോട്ട് പോകുന്നത്? കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അനസ്തേഷ്യ
കൂടിപ്പോയി, ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മലയാളം ടിവിയിലൊക്കെ കേൾക്കുന്നു. വാട്ട് ഈസ് ദ സിനാരിയോസ് ലൈക്ക് ദാറ്റ്? അത് പേഷ്യന്റ് യൂഷ്വലി ഇത് ഹാപ്പൻസ് ഡ്യൂറിങ് ആൻ എമർജൻസി ഓപ്പറേഷൻസ്. ഇലക്ടീവ് സർജറീസും പറ്റാറുണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് ഹാപ്പൻസ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. അപ്പോ നമ്മുടെ അത് ബേസിക്കലി മോസ്റ്റ്ലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യന്റ് കണ്ടീഷൻ. പേഷ്യന്റെ കണ്ടീഷൻ നമ്മൾ പ്രീ അസസ്മെന്റ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ക്ലിനിക്കിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടാവാം മേ ബി. അല്ലെങ്കിൽ പേഷ്യന്റെ കണ്ടീഷൻ അസസ് ചെയ്യുന്നതിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ലൂപ്പ് ഹോൾസ് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പേഷ്യന്റിന് പറയുന്നില്ല, പേഷ്യന്റ് ഏതെങ്കിലും ഇപ്പൊ ഏത് മരുന്നിനും അലർജി ഉണ്ടാവാം, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. ഈ അനസ്തീഷ്യ കൊടുക്കുന്ന ഏത് മരുന്നിനും നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാവും. ആ പേഷ്യന്റ് ഫസ്റ്റ് ടൈം ആണ് അനസ്തീഷ്യക്ക് വരുന്നെങ്കിൽ നമുക്കത് അറിയത്തില്ല ഏത് മരുന്നിനാണ് അലർജി ഉള്ളതെന്നുള്ളത്. അങ്ങനെ ചുരുക്കം ചില കേസസിലുണ്ടാവാം. അതായത് 1 in 1 lakh അല്ലെങ്കിൽ 1 in 10 lakhs പോപ്പുലേഷനിൽ ഒരാൾക്ക് ഈ അനസ്തീഷ്യ കൊടുക്കുന്ന ഡ്രഗ്സിന് അലർജിക് അനഫലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായി പേഷ്യന്റിന് BP കുറയുക, ഹാർട്ട് റേറ്റ് കുറയുക, കാർഡിയക് അറസ്റ്റ്, ഇത് വരാം. ഇത് സംഭവിക്കാവുന്നത് ഇതാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോംഡ് കൺസേൺ എടുക്കുമ്പോൾ തന്നെ പേഷ്യന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പൊ ഏത് ഡ്രഗ്സും, ബിക്കോസ് അനസ്തീഷ്യയിൽ നമ്മൾ ഒരു ഡ്രഗ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 3 കമ്പണൻസ് ഉണ്ട്. 3 കമ്പണൻസ് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉപയോഗിക്കണം. അതിൽ ഏത് ഡ്രഗിനാണ് അലർജി ഉണ്ടായെന്ന് പോലും ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് പേഷ്യന്റ് അടുത്ത ഓപ്പറേഷൻ അല്ലെങ്കിൽ അടുത്ത സർജറിക്ക് വരുമ്പോഴും പേഷ്യന്റ് പറയാൻ സാധിക്കത്തില്ല. പേഷ്യന്റ് പറയാൻ പറ്റുന്നത് എനിക്ക് അനസ്തീഷ്യ തന്നപ്പോൾ എനിക്ക് ഒരു അലർജിക് റിയാക്ഷൻ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഏത് ഡ്രഗ് കൊണ്ടാണ് അലർജിക് റിയാക്ഷൻ വന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്, കണ്ടുപിടിക്കാൻ ആക്ച്വലി ഇമ്പോസിബിൾ ആണ്. അപ്പം ഈ ഒരു റിസ്ക് അനസ്തീഷ്യയിൽ ഉണ്ട്, ഏതൊരു അനസ്തീഷ്യയിലും ഈ ഒരു റിസ്ക് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻ ഡാമേജ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഡ്രഗ്സ് കുറച്ച് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഡോസ് കൂടിപ്പോയി പേഷ്യന്റ് ഉണരാൻ താമസിക്കാം. ഒരു കണ്ടീഷൻ, പേഷ്യന്റ് തിയേറ്ററിലെ ടെമ്പറേച്ചർ വരെ നമ്മൾ പേഷ്യന്റിനെ ഉണരുന്നതിൽ ഒരു ഫാക്ടറാണ്. പേഷ്യന്റിന് ഇപ്പൊ തണുപ്പുള്ള ഹൈപ്പോതെർമിയ ലൈക്ക് ടെമ്പറേച്ചർ ബിലോ 20 degrees ആണെങ്കിൽ പേഷ്യന്റിന് അനസ്തീഷ്യ ഡ്രഗ്സിൽ നിന്ന് ഔട്ട് ആവാനുള്ള സമയം കൂടുതലാണ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ, കൊച്ചു പിള്ളേർ, എസ്പെഷ്യലി ഹൈപ്പോതെർമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ തിയേറ്റർ ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ പേഷ്യന്റിനെ അനസ്തീഷ്യ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ അനസ്തീഷ്യ ഉണരാനുള്ള സമയം കൂടുതൽ എടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് towards the end of the surgery we will increase the temperature of the theater to 27, 28 or 30 degrees, but that the ambient temperature is like that and we can get a patient out of anesthesia much easier. അതുവരെ ആ തിയേറ്ററിലെ ടെമ്പറേച്ചർ വരെ ഒരു ഫാക്ടറാണ് പേഷ്യന്റ് ഉണരാതിരിക്കാൻ കാരണമാകുന്നത്. പക്ഷേ ഈ പേഷ്യന്റിന്റെ മെയിൻലി പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ആണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Okay, thank you. പിന്നെ നമ്മൾ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയൊരു ടെക്നിക് ഉണ്ട്. റീജിയണൽ നമ്മുടെ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഇപ്പൊ കയ്യിലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് വെച്ചിട്ട് കയ്യിലോട്ട് വരുന്ന നരമ്പിന് കണ്ടിട്ട് ആ നരമ്പിന് മാത്രം ബ്ലോക്ക് കൊടുത്തിട്ട് മരുന്നിൽ മാത്രം ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആ ഞരമ്പ് മൊത്തം മരവിപ്പിച്ചാൽ കൈ മാത്രമായിട്ട് മരവിക്കും. അങ്ങനെയും ഇപ്പം പുതിയൊരു ടെക്നിക്സ് ഉണ്ട്. പക്ഷെ അൾട്രാസൗണ്ട് മെഷീൻ വേണം. അൾട്രാസൗണ്ട് മെഷീൻ കണ്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് നെർവ് ബ്ലോക്ക് എന്നാണ് തന്നെ പറയുക. അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് അൾട്രാസൗണ്ട് വെച്ചിട്ട് ഏത് നെർവാണ് അല്ലെങ്കിൽ ഏത് നരമ്പാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ നരമ്പിൽ മാത്രം ഇഞ്ചക്ഷൻ കൊടുത്ത് അതിനകത്ത് മരുന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗം മാത്രമായിട്ട് മരവിക്കാം, കൈ മാത്രമായിട്ട് മരവിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഓപ്പറേഷൻ ഉണ്ട്. അപ്പം ഹൈ റിസ്ക് പേഷ്യൻസിനൊക്കെ നമുക്ക് ആ ഭാഗം മാത്രം ജനറൽ അനസ്തീഷ്യ കൊടുക്കാതെ ആ ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് കൊടുക്കാൻ ഉള്ള ടെക്നിക്സും ഉണ്ട്. അത് അൾട്രാസൗണ്ട് ആണ് കുറച്ചും കൂടെ സേഫർ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഇവിടെ ഇഞ്ചക്ഷൻ വെക്കുന്നതിനേക്കാളും അൾട്രാസൗണ്ട് വെച്ചിട്ട് ആ നെർവ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്, കുറച്ചും കൂടെ പ്രിസൈസ് ആണ്. ചോദ്യം ആർക്കെങ്കിലും?
ഡോക്ടർ, ഒരു ചോദ്യം ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഡില്യൂഷൻ ആഫ്റ്റർ അനസ്തേഷ്യ, ഒരു ഡില്യൂഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാറുണ്ടെന്ന്, ഭ്രമം എന്ന് പറയുന്ന അല്ലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെക്സ്റ്റ് വന്നതാണ്. അത് അതിനെക്കുറിച്ച് എന്താണ്? അത് ചില ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രഗ്, നമ്മൾ കീറ്റമിൻ എന്നുള്ള ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഹാലുസിനേഷൻസും ഡില്യൂഷനും അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഈ കീറ്റമിൻ എന്ന ഡ്രഗ് ആണ് നമ്മുടെ സാധാരണഗതിയിൽ അത് അനസ്തേഷ്യയിൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനാണ് നാർക്കോ അനാലിസിസ്. ഇപ്പം പോലീസ് നമ്മളിപ്പം ഒരു കേസ് തെളിയിക്കാനായിട്ട് നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ചെയ്യത്തില്ലേ? അപ്പൊ ആ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഈ കീറ്റമിൻ എന്ന് പറയുന്നത്. കീറ്റമിൻ ഇഞ്ചെക്ട് ചെയ്താൽ നമുക്ക് വിൽ റീച്ച് എ സ്റ്റേറ്റ് ഓഫ് ഹാലുസിനേഷൻ. സോ വി വിൽ റെസ്പോണ്ട് ടു എ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദ എൻക്വയറിംഗ് ഓഫീസേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള ആൻസേഴ്സ് എല്ലാം നമ്മൾ പുറത്തു പറയും. അങ്ങനെയാണ് ഈ മനസ്സിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ മനസ്സിലുള്ള സംഭവം പുറത്തോട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ എത്താം. ഡെലൂഷൻ അതിന്റെ ഒരു വേറൊരു സ്റ്റേറ്റ് ആണ്. അതിനെ എക്സ്പെഷ്യലി കണ്ടുവരുന്നത് കീറ്റമിൻ എന്ന ഡ്രഗ്സിൽ ആണ്. പക്ഷെ കീറ്റമിൻ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് കാണുന്നത്. നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഡ്രഗ്സും കൂടെ അതിന് അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡെലൂഷൻസ് ഉണ്ടാവത്തില്ല. സാധാരണ നമ്മൾ അനുസരിച്ച് കൊടുക്കുമ്പോൾ കീറ്റമിൻ മാത്രമായിട്ട് കൊടുക്കാതെ അതിനോടനുബന്ധിച്ച് ഡെലൂഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഡ്രഗ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് വിൽ വേക്ക് അപ്പ് ആസ് നോർമൽ. ഈ പറഞ്ഞ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മെഡിക്കലിന് പുറത്താണെന്ന് തോന്നുന്നു, എന്നാലും ചോദിക്കുകയാണ്. ഡെല്യൂഷൻസിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വാസകരമാണ്? കാരണം ഭാവനകൾ അതിൽ വരാമോ? ഭാവന പറയാനുള്ള സാധ്യതയുണ്ടോ? അതോ മനസ്സിൽ അറിയുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ? അതൊരു 90% വി ക്യാൻ ട്രസ്റ്റ്. നാർക്കോ അനാലിസിസ് പറയുന്നതിൽ 90% വി ക്യാൻ ട്രസ്റ്റ്. ബട്ട് ഇറ്റ് ഈസ് എ വൺ വേ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ. അത്രേ ഉള്ളൂ. അതൊരു ഫുൾ പ്രൂഫ് ഒന്നുമല്ല. വൺ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയാനേ പറ്റുള്ളൂ. അതൊരു പാർട്ട് ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ, വൺ മെത്തേഡ്. ദാറ്റ്സ് ഇറ്റ്. ഡെലൂഷൻ സ്റ്റേറ്റിൽ ഭാവന സാധ്യതകളുണ്ട്. സാധ്യതകളുണ്ട്. ഡെലൂഷൻസിൽ ഭാവനയുണ്ട്, ഹാലുസിനേഷൻസിൽ അത് കുറവാണ്. ഡെലൂഷൻ ആൻഡ് ഹാലുസിനേഷൻ ഡിഫറെന്റ് ആണ്. ഇത് രണ്ടും ഒരുമിച്ചും വരാം. താങ്ക് യു ഡോക്ടർ. ഒരു ചോദ്യമുണ്ട്. Is it advisable to use anesthetics during hypnotherapy? ഹിപ്നോസിസിലെ സാധാരണഗതിയിൽ അനസ്തേഷ്യ ഉപയോഗിക്കാറില്ല. അതൊരു വേറെ ഡിഫറെന്റ് മോഡ് ഓഫ് തെറാപ്പിയാണ്. അത് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് യൂഷ്വലി ചെയ്യുന്നതാണ്. അതിന് ഡ്രഗ് ഇസ് നോട്ട് അഡ്വൈസബിൾ അറ്റ് ഓൾ. താങ്ക് യു ഡോക്ടർ. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. ഡോക്ടർ, ഈ കിഡ്സിലും അഡൽട്ടിലും തമ്മിലുള്ള വ്യത്യാസം ഈ ഡോസേജിലുള്ളതേ ഉള്ളൂ? വേറെ എന്തെങ്കിലും നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടോ? കിഡ് ഇസ് നോട്ട് എൻ സ്മോൾ അഡൽട്ട്. അതാണ് ബേസിക് നമ്മുടെ കൺസെപ്റ്റ്. കിഡ്സ് എന്ന് പറയുന്നത് സ്മോൾ അഡൽട്ട് അല്ല. കിഡ്സിന്റെ ഓർഗൻസ് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഈ പറയുന്ന നമ്മുടെ അനസ്തേറ്റിക് ഡ്രഗ് കൊടുക്കുന്നത് മെറ്റബോളൈസ് ചെയ്യാനും എക്സ്ക്രീറ്റ് ചെയ്യാനും അഡൽട്സിനേക്കാളും കൂടുതൽ സമയം കിഡ്സിന് എടുക്കും. ബിക്കോസ് ദിയർ ഓർഗൻസ് ആർ നോട്ട് ഫുള്ളി ഡെവലപ്ഡ് ആസ് എൻ അഡൽട്ട് ഓർഗൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ഡോസേജ് കുറയ്ക്കുക മാത്രമല്ല, നമുക്ക് അതിന്റെ വേരിയൻസും അല്ലെങ്കിൽ അനസ്തേഷ്യ ഡ്രഗ്സിലുള്ള വ്യത്യാസവും എല്ലാ ഡ്രഗ്സും കൊടുക്കുന്നത് പോലെ അഡൽട്സിൽ കൊടുക്കുന്ന പോലെ തന്നെ കിഡ്സിലും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കിഡ്സിന്റെ വേറൊരു ഇത്, ബോഡി സർഫസ് ഏരിയ ഇസ് മച്ച് മോർ ദാൻ അഡൽട്ട്. So we need to cover the whole body when we give anesthesia to prevent hypothermia. That is one thing. And kids in the pain pathways എല്ലാം ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു 14 to 12 years ഒക്കെ എടുക്കും. അപ്പൊ അതനുസരിച്ചുള്ള മരുന്നുകളാണ് നമ്മൾ കിഡ്സിന് കൊടുക്കാൻ. കിഡ്സിന് കോംപ്ലിക്കേഷൻസ്, അഡൽട്ടിൽ കാണാത്ത കോംപ്ലിക്കേഷൻസ് കിഡ്സിൽ കാണാൻ സാധാരണ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ അനസ്തേഷ്യ ടുവേർഡ്സ് എൻഡ് ഓഫ് അനസ്തേഷ്യ നമ്മുടെ ശ്വാസം എടുക്കുന്നതിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കൂടുതൽ കിഡ്സിൽ കാണാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ വെച്ചിട്ട് വേണം പേഷ്യന്റിനെ അല്ലെങ്കിൽ കിഡ്സിന് അനസ്തേഷ്യ കൊടുക്കാൻ. കിഡ്സിനെ നമുക്കൊരു സ്മോൾ അഡൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് ജസ്റ്റ് ഡ്രഗ്സിന്റെ ഡോസേജ് മാത്രം കൊടുത്തിട്ടല്ല സാധാരണ ചെയ്യുക.
കിഡ്സിനെ ആസ് എ ഹോൾ നമ്മൾ ഓവറോൾ ആയിട്ട് കിഡ്സിന് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് അവരുടെ ഓർഗൻസിന്റെ അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള ഓർഗൻ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്തിട്ടാണ് സാധാരണ, അല്ലെങ്കിൽ നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടാവും ഇത്രയും പ്രായത്തിൽ ഇതാണ് ഈ ഓർഗൻ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അതനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുക. Thank you. പിന്നെ സാധാരണഗതി നമ്മൾ ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ ഇപ്പോഴും അനസ്തേഷ്യ കൊടുക്കുന്ന ക്ലോറോഫോം വെച്ചിട്ടാണോ? ക്ലോറോഫോം ഈ നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടാണ് ഈ ക്ലോറോഫോം എന്ന് വെച്ച് മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നെന്ന് പറയുന്ന ക്ലോറോഫോം ഇപ്പം ഉപയോഗിക്കുന്നില്ല. പക്ഷെ ക്ലോറോഫോം വാസ് ദ ഫസ്റ്റ് അനസ്തെറ്റിക് ഡ്രഗ് യൂസ്ഡ് when they gave anesthesia for the first time. അത് 1846 ഫസ്റ്റ് ആയിട്ട് അനസ്തേഷ്യ കൊടുത്തത്. US ബോസ്റ്റണിൽ വെച്ചിട്ടാണ് അത് കൊടുത്തത്. ബട്ട് then they used chloroform to anesthetize a patient for a surgery in the neck. That was the first anesthesia done. That's something about the history of anesthesia. But chloroform has not been used for the past 30 years, I believe. So there are a lot of different newer drugs which is available now. So that are the drugs which we use now. Chloroform is no more used anywhere. But ഇപ്പോഴും സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ, ഈ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ പോകുമ്പോളേ ഈ പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ നേരത്തെ അവരോട് എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകം പ്രിപ്പറേഷൻ ഒന്നുമില്ല. കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ഒരു എല്ലാ പേഷ്യൻസും എലക്ടീവ് സർജറീസിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട്. പേഷ്യന്റ് ഹാസ് ടു ബി NPO അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയക്രമങ്ങളുണ്ട്. അപ്പം സോളിഡ് ഫുഡ് 8 hours മുമ്പേ നമ്മൾ നിർത്തണം. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ സെമി സോളിഡ് ഫുഡ് 6 hours മുമ്പേ നിർത്തണം. കൊച്ചുങ്ങളിൽ പച്ചവെള്ളം അല്ലെങ്കിൽ ക്ലിയർ വാട്ടർ 2 hours up to 2 hours വരെ കൊടുക്കാം. അത് നല്ലതാണ്, കൊച്ചുങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇറ്റ് പ്രിവെന്റ്സ് കൊച്ചുങ്ങളുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കുറയാനുള്ള ചാൻസസ് പ്രിവെന്റ് ചെയ്യും. അപ്പം ഈ കൊച്ചുങ്ങളെ രാത്രി മൊത്തം പട്ടിണി കിട്ടിയിട്ട് രാവിലത്തെ ഓപ്പറേഷന് പോകുന്ന പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ് ടു 2 hours നമുക്ക് we can give clear water, but only clear water, not solid food, not semi solid, nothing. Just before 2 hours before surgery we can give. That will help to prevent hypoglycemia. Hypoglycemia എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ കുറയുന്നത്. 2 പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ, വോമിറ്റിംഗ്, ഇത് രണ്ടും കുറയാൻ കുട്ടികളിൽ പ്രത്യേകിച്ച് കുറയാൻ സഹായിക്കും ഈ നമ്മൾ ക്ലിയർ ഫ്ലൂയിഡ് ബിഫോർ 2 hours ബിഫോർ കൊടുക്കുന്നത്. പക്ഷെ 2 hours ജസ്റ്റ് ബിഫോർ 2 hours കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. You have to fast for all elective surgery for at least 2 hours, especially in children. Adults അത് 4 hours ആണ്. 4 to 6 hours, 8 hours സോളിഡ് ഫുഡിൽ. കുട്ടികളിൽ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കുട്ടികളിൽ കാണുന്നത്, എസ്പെഷ്യലി ഇൻ ടോട്ടലേഴ്സിലാണ് അത് കാണുന്നത്, സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയും. അതായത് നമ്മുടെ പേരൻസ് ആയിട്ട് പേരൻസിനെ ഇല്ലാതെ തന്നെ കൊച്ചുങ്ങളെ തിയേറ്ററിലോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ദേ ആർ മോർ അപ്രിഹെൻസീവ്. അവർക്ക് പേടിയാണ് കൂടുതൽ, വേദനയെക്കാളും അവരുടെ ഇത് ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള പേടിയാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള പിള്ളേർ സാധാരണഗതിയിൽ ഇപ്പൊ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ പേരൻസിനെയും കൂടെ നമ്മൾ തിയേറ്ററിലോട്ട്, ഇപ്പൊ മോഡേൺ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എല്ലാ പേരൻസിനെയും നമ്മൾ തിയേറ്ററിൽ കൊച്ചുങ്ങളെ കൂടെ കയറ്റും. എന്നിട്ട് പേഷ്യൻസ് പിള്ളേർ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് അമ്മേനെയും അച്ഛനെയും പുറത്തോട്ട് വിടുക. അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ ഹോസ്പിറ്റൽസ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെല്ലാം
ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള പിള്ളേരുടെ പേരൻസിനെ പിള്ളേരുടെ കൂടെ കയറ്റി ഓപ്പറേഷൻ അനസ്തേഷ്യ മയക്കി കഴിയുമ്പോൾ അതാണ് അവരുടെ പേരൻസിനെ പുറത്തോട്ട് വിടുക. അങ്ങനെ ചെയ്യാം. നല്ലൊരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ പേഷ്യന്റിന് സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്, പേഷ്യന്റ് ചൈൽഡ് വിൽ അനസ്തേഷ്യനെ വെറുക്കുന്ന ഒരു ഇതുണ്ടാവും. ആ ഒരു അറ്റ്മോസ്ഫിയറിനെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്ന, അത് അങ്ങനെ ഇഷ്ടപ്പെടാതെ വരുന്ന ചൈൽഡിന് ഒരു ട്രോമ ഡിസോർഡേഴ്സ് ഒക്കെ വരാം. പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ പേടി ഇതിനൊരു ഘടകമാണോ? പേടി ഡെഫിനറ്റ്ലി ഇതിനൊരു ഘടകമാണ്. അഡൽസിനെ പേടി മിക്കാലും നമുക്കൊക്കെ ആയാലും സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ തിരിച്ചോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പേടി ഇല്ലാതെ അഡൽസിന് നമുക്ക് ഈ ഒരു കൂട്ടാളിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളത് അനുവദിക്കുന്നില്ല. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പേഷ്യന്റിനെ പ്രീ ഓപ്പറേറ്റീവ് ക്ലിനിക്കിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്ന്. രണ്ടാമത്, പേഷ്യന്റ് ഓപ്പറേഷൻ തലേ ദിവസം നമ്മൾ സെഡേഷൻ കൊടുക്കാം. ചെറിയ ഉറങ്ങാനുള്ള ഗുളിക അല്ലെങ്കിൽ ഉറക്ക ഗുളിക എന്ന് പറയുന്ന നമ്മുടെ ഡയസപ്പാം ആണ് യൂഷ്വലി കോമൺലി യൂസ്. 10 milligram ഡയസപ്പാം ഉറങ്ങാൻ നേരത്തും രാവിലെ എണീച്ച ഉടനെ തന്നെ 10 milligram ഡയസപ്പാം കൊടുക്കാം. അത് ഒരു പരിധി വരെ നമ്മുടെ പേടി മാറ്റി നിർത്തും. ഈ മരുന്ന് ഒരു ചെറിയൊരു മയക്കത്തിലായിരിക്കും പേഷ്യന്റ് വാർഡിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ പേഷ്യന്റ് നല്ലപോലെ ഉറക്കം കിട്ടും രാത്രി. രാവിലത്തെ ആ ഒരു ഗുളികയിൽ തന്നെ പേഷ്യന്റ് ചെറുതായിട്ട് ഉറങ്ങും. പേഷ്യന്റ് ആ ഒരു ഉറക്കത്തിൽ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് തിയേറ്ററിലോട്ട് കൊണ്ടുവരും. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് പേഷ്യന്റ് വിൽ ബി കൂൾ. അങ്ങനത്തെ. പക്ഷെ അത് ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും അത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഈ പറഞ്ഞ പോലെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അത്ര ഒരു ഒപ്റ്റിമൽ അല്ലെങ്കിൽ എമർജൻസി സർജറി നടക്കുന്ന പേഷ്യൻസിനൊന്നും ചിലപ്പോൾ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റുന്നതില്ല. പിന്നെ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന്, രാത്രി കൂർക്കം വലിക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള പേഷ്യൻസിന് രാത്രി നമ്മൾ ഉറക്കഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ വരാം, ശ്വാസം മുട്ടൽ വരാം ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ പേഷ്യൻസും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് വി നീഡ് ടു almost 80% of the patients we can give this anti-anxiety drugs in the day before operation, in the morning of the operation. അതിനുള്ള മരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അത് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ഈ അനസ്തേഷ്യക്ക് ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, അനസ്തേഷ്യ ഏജ് ലിമിറ്റേഷൻ ഇല്ല. ഞാൻ കഴിഞ്ഞ 7 years ആയിട്ട് ഇവിടെ സൗത്ത് ആഫ്രിക്ക വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ ഓപ്പറേഷൻ 1 day old ബേബിയാണ്. 1 day old, അതായത് ഇന്നലെ പ്രസവിച്ച ബേബിക്ക് ഇന്ന് ഓപ്പറേഷൻ ചെയ്തു. ഒന്ന്. സെക്കൻഡ്, അതർ എക്സ്ട്രീം ഈസ് 105-year-old, ഒരു ഹിപ്പ് ഫ്രാക്ചർ വന്നിട്ട്. This is the range. So 1 day, from 1 day to 105 we can give anesthesia. Age limitations ഇല്ല. ഏജ് ഓവർ ആയി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഏജ് ഇപ്പൊ ഏജ് ഉള്ള പേഷ്യൻസ് കൊടുക്കുമ്പോൾ നമ്മൾ as I said early, we need to assess the general condition of the patient first. We need to assess the organ function of all our patient organs in the functions നോക്കണം, especially the heart, the kidneys, the liver. ഈ 3 major organs and the brain, ഈ 4 ഓർഗൻസിന്റെ ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി അസസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യയുടെ ഡ്രഗ്സും അനസ്തേഷ്യയുടെ എക്സ്റ്റെന്റും ടൈപ്പ് ഓഫ് അനസ്തേഷ്യയും തീരുമാനിക്കുന്നത്. Especially in older people, and older people might have a longer time to wake up. അതും നമ്മൾ കണ്ടുവരാറുണ്ട്. നമ്മൾ കൂടുതൽ സമയം എടുക്കും അനസ്തേഷ്യയിൽ നിന്ന് ഉണരാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ലോസ്ലി we have to monitor those patients closely in a post anesthetic unit or an ICU, and only after that only we have to shift the patient to the ward. ഇവര് ഉണരാൻ ലേറ്റ് ആയാല് എന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് ആണോ എന്ന് ഡോക്ടർമാർക്ക് ഉടനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ? അത് പറ്റും. നമുക്ക് ഉണരാൻ ലേറ്റ് ആകുമ്പോൾ നമ്മുടെ മോണിറ്റേഴ്സ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഹാർട്ട് റേറ്റ്, BP, ഇവരുടെ ഓക്സിജന്റെ ലെവല്, ഇവരുടെ അനസ്തെറ്റിക് ഡ്രഗ്സിന്റെ ലെവല്, നമ്മൾ കൊടുക്കുന്ന അനസ്തെറ്റിക് ഡ്രഗ്സിന്റെ ലെവല് വരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് യൂഷ്വലി we can find out easily, but only thing we can do is we have to support that patient until he wakes up. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട്
ശ്വാസം കൊടുക്കുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ കൊടുക്കുന്നതും വെന്റിലേറ്റർ സപ്പോർട്ടും അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ട്സുകളെല്ലാം നമ്മൾ ആ പേഷ്യന്റ് ഉണരുന്നത് വരെ നമ്മൾ കൊടുക്കണം. അതല്ലാതെ ഇത് ഈ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് മറ്റെന്തെങ്കിലും മെഡിസിൻ കൊടുത്തവരെ യൂഷ്വലി ഇത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, ടേക്ക് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ലാൻഡിങ്ങിൽ നമ്മൾ ആദ്യം കൊടുത്ത മസിൽ റിലാക്സന്റിന്റെ റിവേഴ്സൽ അല്ലെങ്കിൽ ആന്റിഡോട്ട് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കൊടുക്കും ടുവേർഡ്സ് എൻഡ് എല്ലാ പേഷ്യന്റിനും. ജനറൽ അനസ്തേഷ്യ സാധാരണ കൊടുക്കുന്ന പേഷ്യൻസിന് എല്ലാ പേഷ്യൻസിനും അവരുടെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ റിവേഴ്സൽ അല്ലെങ്കിൽ ആന്റിഡോട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള മരുന്ന് ആക്ഷനുള്ള മരുന്ന് കൊടുത്തിട്ടാണ് ഈ മരുന്നിന്റെ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യന്റ് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേഷ്യന്റിന് ടുവേർഡ്സ് എൻഡ് നമ്മൾ പേഷ്യന്റ് ഇപ്പം സർജറി തീർന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ പേഷ്യന്റെ കണ്ടീഷൻസ് പേഷ്യന്റെ മോണിറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ആ റിവേഴ്സൽ ഡ്രഗ് കൊടുത്തിട്ട് ആദ്യം നമ്മൾ കൊടുത്ത മരുന്നിന്റെ എതിർ ആക്ഷനുള്ള മരുന്നുകളാണ് ഇത്. അത് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ആദ്യം കൊടുത്ത മരുന്നിന്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് മാറും. മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. നമ്മൾ സമയം ഏകദേശം ഡോക്ടർക്ക്. Any questions? Sanjay, any more questions from public? ചാറ്റിലുണ്ടോ? മറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇന്ന് വളരെ നല്ലൊരു സെക്ഷനാണ്. ഡോക്ടർ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തന്നു. വോട്ടർ താങ്ക്സിനായിട്ട് നമ്മുടെ യോഗേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. യോഗേഷ്. താങ്ക് യു കുര്യൻജി. ഇത് നമ്മുടെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ 22ാമത് ഡോക്ടർ ലൈവ് പ്രോഗ്രാമാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മേഖലയിലെ ഡോക്ടറാണ് ഇപ്രാവശ്യം നമ്മളോട് സംവദിച്ചത്. ഡോക്ടർ ഓണൽ മാലിയർ പീറ്റർ. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാൻസ്ബർഗിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു. മിഥ്യാധാരണകളും അനസ്തേഷ്യ മിഥ്യാധാരണകളും സാധാരണ എല്ലാവർക്കും ആശങ്കകൾ ഉണ്ടാകാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെ ധാരാളം അദ്ദേഹം നേരിടുന്നത് ആശങ്കകളാണ്. ഇത് എന്താണെന്ന യഥാർത്ഥ കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ആശങ്കയോടെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സർജറി അണ്ടർഗോ ചെയ്യുന്ന പേഷ്യന്റിന്റെ മനസ്സിലെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ആ സർജറിയുടെ അവസ്ഥയും ചിന്തിക്കണം, പിന്നെ ഈ മയക്കം, അതിന്റെ നിഗൂഢതകൾ. അപ്പൊ ഇതൊക്കെ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക് നയിക്കേണ്ട അനസ്തറ്റിസ്റ്റിന്റെ ജോലി ഭാരം എത്രത്തോളം ഭാരപ്പെട്ടതാണെന്ന് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. എത്രത്തോളം ക്ഷമ വേണം അദ്ദേഹത്തിന് അവരെ അത് ബോധ്യപ്പെടുത്താൻ, എത്രത്തോളം പാണ്ഡിത്യം വേണം ആ ഒരു ഘട്ടം കടത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കരകയറ്റാൻ കൊണ്ടുവരാൻ. അപ്പൊ ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് അനുവദിച്ച ഡോക്ടർ ഓണൽ മാലിയർ പീറ്ററിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ബ്രാംപ്ടൺ സമാജത്തിന് വേണ്ടിയും നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിനു ജോഷ, അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്തി, ഞങ്ങളുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. സ്വാഗത പ്രസംഗിനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ജോബ്സൺ ഈശോ, അദ്ദേഹവും പറഞ്ഞതുപോലെ ഇന്ന് ആരോഗ്യ മേഖല എന്നും ധാരാളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ആണ് ആരോഗ്യ കാര്യങ്ങൾ. അദ്ദേഹത്തിന് സ്വാഗത പ്രാസംഗികനായി എത്തി അദ്ദേഹത്തിന്റെ സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് ജോബ്സൺ ഈശോയോട് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ചെയറായ കുര്യൻജി, അദ്ദേഹം ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റാണ്. കൂടാതെ നാഷണൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഇൻ കാനഡ, അതായത് എല്ലാ മലയാളി സംഘടനകളുടെയും തലപ്പത്തുള്ള സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ കാനഡ, ഇതിന്റെ പ്രസിഡന്റുമാണ് കുര്യൻജി. ഈ ഒരു അവസരം ഞങ്ങൾക്ക് സമാജത്തിന്റെ കൂടെ ഉണ്ടാക്കി തന്ന സമാജത്തിനും ഇത്ര അവസരങ്ങൾ നൽകുന്ന അദ്ദേഹത്തോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫേസ്ബുക്കിലെ ലൈവിലുള്ള എല്ലാ വ്യൂവേഴ്സിനോടും ഈ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, doctor. Thank you again. Thank you. Happy New Year once again. Happy New Year. Thank you, doctor. Thank you once again. Thank you all. Thank you, everybody. Thank you.